മാനിഫെസ്റ്റോ രൂപം കൊണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു 2 മാസക്കാലമെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, പാരീസ് കമ്മ്യൂൺ 1871 പാരീസിൽ രൂപം കൊണ്ടു. അത് തകർന്നു. പക്ഷേ ഒരു പുതിയ വെളിച്ചം ലോകത്തിന് നൽകി. ഇത് തകരുകയില്ല, ഉണർന്ന് വലിയൊരു ശക്തിയായി അധ്വാനിക്കുന്നതിൻ്റെ ഒരു നാൾ നമ്മുടെ രാജ്യത്ത് സംജാതമാവുമെന്ന് തെളിയിച്ചു. അതിൽ നിന്ന് ആവേശം കൊണ്ടാണ് 1886 മെയ് 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിലായി ചിക്കാഗോയിൽ മാത്രം 3.5 ലക്ഷത്തോളം തൊഴിലാളികളും അനുബന്ധമായി 8 ലക്ഷം തൊഴിലാളികളും പങ്കെടുത്തുകൊണ്ട് ചിക്കാഗോ പട്ടണത്തിൽ നടന്ന ഐതിഹാസികമായ തൊഴിലാളി പ്രക്ഷോഭം. 4 ദിവസമാണ് ആ പ്രക്ഷോഭം നടന്നത് എങ്കിൽ പോലും അതിൻ്റെ തുടർച്ചയായി ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ വമ്പിച്ച ഉയർത്തെഴുന്നേൽപ്പാണ് കാണാൻ കഴിഞ്ഞത്. അന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, പഠനം, 8 മണിക്കൂർ വിശ്രമം, ഈ മുദ്രാവാക്യമൊന്നും അന്ന് 138 വർഷങ്ങൾക്ക് മുമ്പാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ ആലോചിക്കാൻ പോലും സാധിക്കുന്നത്. അന്ന് മനുഷ്യൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 30 വർഷമാണ് ശരാശരി. അപ്പം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം ലോകത്തിൻ്റെ മുമ്പിൽ സംഘടിതമായി കാണിച്ചു കൊടുത്ത ആ ചരിത്ര സംഭവം വീണ്ടും 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 ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് തൊഴിലാളി വർഗത്തിൻ്റെ കടമയാണ്. ഭരണാധികാരികളുടെ മുമ്പിൽ തെറ്റ് ചെയ്ത തൊഴിലാളി നേതാക്കളെ തൂക്കുകയർ സമ്മാനിക്കണം. അതുവഴി മാത്രമേ രാജ്യത്തോട് നീതി പുലർത്താൻ സാധിക്കൂ എന്ന് ഭരണാധികാരികളുടെ വക്കീലായ അറ്റോർണി ജനറൽ കോടതിയിൽ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് 4 തൊഴിലാളി സഖാക്കളെ തൂക്കിക്കൊന്നത്. ഒരു സഖാവ് ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ മാറ്റൊലി സർവവ്യാപിയായി. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ചിക്കാഗോ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ തൊഴിലാളികൾ നടത്തിയിട്ടുണ്ട്. അതിൽ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് 1862 ഹൗറ റെയിൽവേ സ്റ്റേഷൻ തൊഴിലാളികൾ സ്തംഭിപ്പിച്ചതാണ്. അത് ചിക്കാഗോ സമരത്തിൻ്റെ 12 വർഷം മുമ്പാണ്. അതിൻ്റെ അനുബന്ധമായി ടെക്സ്റ്റൈൽ തൊഴിലാളികൾ, ചണത്തൊഴിലാളികൾ, അതുപോലെ തന്നെ ചെരുപ്പ് കുത്തുന്ന തൊഴിലാളികൾ,
ചണത്തൊഴിലാളികൾ, സ്റ്റീൽ തൊഴിലാളികൾ, ടെക്സ്റ്റൈൽ തൊഴിലാളികൾ എന്ന് വേണ്ട നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ അറിയപ്പെടുന്ന പട്ടണങ്ങളിലെല്ലാം തന്നെ ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടുനിന്ന പ്രക്ഷോഭം തൊഴിലാളികൾ നടത്തി. അതിലൊരു കേന്ദ്രം നമ്മുടെ കോയമ്പത്തൂരാണ്. ടെക്സ്റ്റൈൽ മേഖലയിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭം. ഒരു ഭാഗത്ത് തൊഴിലാളികൾ നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭത്തോടൊപ്പം തന്നെയാണ് കാർഷിക രംഗത്ത് കൃഷിക്കാർ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പ്രക്ഷോഭം. അതായത് ഇന്ത്യ രാജ്യത്ത് നിന്ന് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കുന്നതിൻ്റെ ഭാഗമായി നാടുവാഴിത്തത്തിനും ജമ്മിത്വത്തിനും എതിരായിട്ടുള്ള സമരത്തെ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമാക്കി ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളി വർഗം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ സമയം കിട്ടുമെങ്കിൽ വായിക്കേണ്ടതാണ് സഖാവ് സുന്ദരിയുടെ തെലങ്കാന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകഥ. പുതിയ തലമുറ വായിച്ചിരിക്കണം. അതുപോലെ തന്നെ പുന്നപ്പുറ വയലാർ, പാണ്ടിക്കുന്ന്, വഞ്ചിയം, തില്ലങ്കേരി, കാവുമ്പായി, മുനയംകുന്ന് തുടങ്ങിയിട്ടുള്ള കുറേ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നത് വെറുതെ അല്ല. അതിനൊരു ഉദ്ദേശമുണ്ടായി. സാമ്രാജ്യത്വം ഇന്ത്യ രാജ്യത്തുനിന്ന് കെട്ടുകെട്ടുക, അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായ ഇത്തിക്കണ്ണികളായ നാടുവാഴിത്തത്തെയും ജമ്മിത്തത്തെയും ഇന്ത്യ രാജ്യത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് വേററക്കുക. സാഹസികമായ പ്രക്ഷോഭങ്ങൾ വിജയിച്ച സമരങ്ങളായിരുന്നില്ല, പരാജയപ്പെട്ട സമരങ്ങളായി. തെലങ്കാന സമരം അവസാനിക്കുന്നത് വാക്കാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നൽകിയിട്ടുള്ള ഒരുറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉറപ്പ് നടപ്പിലാക്കാൻ പിന്നെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. പക്ഷെ അതുണ്ടാക്കിയിട്ടുള്ള മാറ്റൊടി എന്ന് പറയുന്നത് ശക്തമായി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇതിഹാസം രചിച്ച ചരിത്ര സംഭവങ്ങളിലെ മായാത്ത ചിത്രങ്ങളാണ് ഇത്തരം പ്രക്ഷോഭങ്ങളും അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമയം കിട്ടുമ്പോൾ ഇത്തരം ചരിത്രങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാരുടെ ത്യാഗവുമെല്ലാം ഒന്ന് പുതിയ തലമുറ കണിശമായും ഓർത്തു പോകണം.